നമസ്കാരം. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലെ അപാകതകൾ പൊതുജനത്തിനു മുമ്പിൽ തുറന്നു കാട്ടിയ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ ഒരു മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കിയിരിക്കുകയാണ്. ഒരു സ്വാഭാവിക നടപടി. അതിൽ മനസ്സിലായിരിക്കുന്നത് അദ്ദേഹം ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം അത് എടുത്തു മാറ്റി എന്നായിരിക്കും. പക്ഷേ ആ ഉപകരണം അവിടെയുള്ള ഡോക്ടർമാർക്കാർക്കും ഉപയോഗിക്കാൻ അറിയില്ലെന്നും അത് ഉപയോഗിച്ചിട്ട് ഡോക്ടർ വളരെ കോംപ്ലിക്കേഷൻസ് പറ്റിയെന്നും വ്യക്തമായി ഡോക്ടർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇനി അടുത്ത വിദഗ്ധ സമിതി വരുമ്പോൾ ഇനി ഇദ്ദേഹത്തെ ഒരു കൊലപാതകിയാക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം എന്തെങ്കിലും കാരണത്തിൽ ഏതെങ്കിലും രോഗി മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ തലയിൽ വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അതായത് മറ്റൊരു നവീൻ ബാബു ആകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതായത് ശിക്ഷിക്കപ്പെടാതെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് നമ്മുടെ ഡോക്ടർ ഹാരിസ്.